ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഞാനിന്ന് വന്നിട്ടുള്ളത് കുറച്ച് ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. നമ്മുടെ ലൈഫ് ചേഞ്ചിങ് ഹാബിറ്റ്സ്, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന കുറച്ച് ഹാബിറ്റ്സ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ജീവിതത്തെ മാറ്റിമറിക്കുന്ന കാര്യങ്ങളെ ഒരുപാട് നാം പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും പുതിയ വർഷത്തിലേക്ക് കടക്കുന്ന അവസരത്തിൽ ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കാറുണ്ട്. എന്നാൽ അവയെല്ലാം നടന്നിട്ടുണ്ടോ? നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? കഴിഞ്ഞു പോയ വർഷങ്ങളിൽ നമ്മളെടുത്ത തീരുമാനങ്ങൾ എത്ര എണ്ണം നമ്മുടെ കൂടെയുണ്ട്? തുടക്കത്തിൽ നാം എടുത്ത കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ടോ? ആദ്യമുള്ള ആവേശം പിന്നീട് ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും ചിന്തിക്കും, സമയം നമ്മോടൊപ്പമുണ്ട്, എന്നാൽ സമയം ആരെയും കാത്തു നിൽക്കാറില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാകും, എന്നാൽ ഉറച്ച തീരുമാനമാണ് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടത്. നമ്മുടെ ഇന്നത്തെ അവസ്ഥ വരുന്നത് നമ്മുടെ ഇന്നലത്തെ തീരുമാനങ്ങളുടെ ഫലമാണ്. നമ്മൾ നേരത്തെ എടുക്കാൻ മടിച്ച തീരുമാനങ്ങളുടെ പരിണിത ഫലമാണ് നമ്മുടെ നാളെയുള്ള കാര്യങ്ങൾ. ഇന്ന് നമ്മൾ ശരിയായ രീതിയിൽ എടുക്കുന്ന തീരുമാനങ്ങളാണ്. നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ വിജയത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് ക്ലാരിറ്റി ഇല്ലാത്തതാണ്. വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ലക്ഷ്യങ്ങൾ വിജയിക്കുകയുള്ളൂ. നമ്മൾ ഇന്ന് കഷ്ടപ്പെടുന്നതിൻ്റെ റിസൾട്ട് ഇന്ന് തന്നെ നമുക്ക് കിട്ടണം എന്നില്ല. വലിയ തീരുമാനങ്ങൾ എടുത്ത് പരാജയപ്പെടുന്നതിലും നല്ലത് നല്ല ചെറിയ ശീലങ്ങൾ ഉണ്ടാക്കി വിജയിക്കുന്നതാണ്. ഓരോ ദിവസവും കൺസിസ്റ്റൻ്റായി നാം ശീലിക്കുന്നവയാണ് നിലനിൽക്കുന്നത്. ഒരു ചെറിയ തുടക്കത്തിലേക്ക് ഒരു 5 മിനിറ്റ് എടുക്കുക. ഓരോ ദിവസവും ഈ 5 മിനിറ്റ് നിങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ഈ 5 മിനിറ്റ് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നു. വിജയം എന്നത് പെട്ടെന്നുണ്ടാകുന്ന ഒന്നല്ല, കൺസിസ്റ്റൻ്റായി നാം ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ്. പെട്ടെന്നൊരു ചെടി പൊട്ടിമുളയ്ക്കാറില്ലല്ലോ. സമയമെടുത്ത് വേരുകൾ ആഴ്ന്നിറങ്ങിയ ശേഷമേ അത് മുളയ്ക്കാറുള്ളൂ. നമുക്ക് ആരാകണമോ അതിൽ നാം പ്രവർത്തിക്കുക. നാം ആഗ്രഹിക്കുന്ന വ്യക്തിയായി ഇന്ന് നമുക്ക് ജീവിച്ചു തുടങ്ങാം. നമ്മുടെ ഓരോ മാനരസങ്ങളും അതിലേക്കാവുക. നടക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും എല്ലാം അതായി അഭിനയിക്കുക. നമ്മുടെ ലക്ഷ്യങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കൺമുന്നിൽ തന്നെ വയ്ക്കുക. പറ്റുമെങ്കിൽ ഒരു വിഷൻ ബോർഡ് തയ്യാറാക്കുക. നമുക്ക് വ്യക്തമായ പ്ലാനുകൾ ഉള്ളവരാണ്, അതിനനുസരിച്ചുള്ള സാഹചര്യവുമുണ്ട്. എന്നാൽ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങളെ മാറ്റിവെക്കുക. അതിനായി ദിവസവും ഒരു 5 മിനിറ്റ് റോൾ തയ്യാറാക്കുക. ഡെയിലി കൺസിസ്റ്റൻ്റായി കാര്യങ്ങൾ ചെയ്യുക. ജീവിതത്തിൽ വിജയിക്കുന്നവർ സ്ഥിരത ഉള്ളവരാണ്. പെർഫെക്ഷൻ നോക്കിയിരിക്കാതെ കൺസിസ്റ്റൻ്റായി കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യങ്ങൾ പരാജയപ്പെട്ടേക്കാം, എന്നാൽ കൺസിസ്റ്റൻ്റായി വിജയത്തിലേക്ക് നയിക്കുന്നു. നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ശരിയായ തീരുമാനമെടുക്കാൻ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതില്ല. നാം സ്വയം തീരുമാനിക്കുക. നമ്മുടെ ലക്ഷ്യം വലുതാണെങ്കിൽ അത് മനസ്സിലാക്കുന്നവരുമായി കൂട്ടുകൂടുക. വിജയിച്ച ആളുകളുമായി ചങ്ങാത്തം കൂടുക. മറ്റുള്ളവരുമായി ഒരിക്കലും താരതമ്യം ചെയ്യാതിരിക്കുക എന്നതാണ്. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് ഒഴിവാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ വിജയം നമ്മുടെ കൺമുന്നിലെത്തുന്നു. അപ്പം കൺസിസ്റ്റൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള 5 മിനിറ്റ് റൂള് ഇന്ന് മുതൽ നിങ്ങൾ തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മുടെ ഹാബിറ്റ്സിലുണ്ടാവുന്ന ചേഞ്ചസ് ആണ് നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.